നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന സംശയത്തോട് കൂടിയിട്ടാണ് നാഗേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത്. ജലജയെ വന്നപടി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം നാഗേന്ദ്രന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജലജയുടെ മേളില്. അപ്പൊ ജലജയാണോ ആ നെക്ലേഴ്സിന് മാറ്റി പകരം ഇമിറ്റേഷൻ ഗോൾഡ് വെച്ചാന്നുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷെ ജലജ വട്ടം നിന്ന് തർക്കിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ നാഗേന്ദ്രൻ ആലോചിച്ചു, തനിക്കും ജലജയ്ക്കും മാത്രമേ ആ സ്വർണം മുറിയിലുണ്ടെന്നുള്ള കാര്യം അറിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതെങ്ങനെ പോയി? കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് നാഗേന്ദ്രൻ വീണ്ടും മുറിയിലേക്ക് വന്നു. ഈ സമയത്ത് ജലജയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നാഗേന്ദ്രൻ ജലജയെ വന്ന് ചോദ്യം ചെയ്യണം, സത്യം പറ, നീ അറിയില്ലാതെ അത് പോകത്തില്ല എന്ന് പറഞ്ഞു. അതേ നാഗേട്ട, വെറുതെ എന്നെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഒടുവില് നാഗേന്ദ്രന് ജലജ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയ സമയത്ത് അവിടെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും തുണിക്കകത്ത് ഇങ്ങനെ ഡ്രസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച രീതിയിൽ അത് കണ്ടെത്തുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി നാഗേന്ദ്രന്. ഇത്രയ്ക്കൊന്നും നാഗേന്ദ്രനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് ജലജ വന്നു കഴിഞ്ഞപ്പോൾ ജലജയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ, അതിന് പകരം ഇമിറ്റേഷൻ ഗോൾഡ് കൊണ്ടു വെച്ച ആള് ഞാനാന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, കള്ളനായി കഴിഞ്ഞു. ഒടുവില് നാഗേന്ദ്രൻ പറഞ്ഞു, ജലജ എന്താണെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിള് സഹിക്കത്തിൽ അറിയാലോ, എന്നെ അത്രയ്ക്ക് വിശ്വാസം ആയതുകൊണ്ടാ അതെന്നെ ഏൽപ്പിച്ചേ. എന്നിട്ട് നീ ഇതുപോലൊരു കള്ളത്തരം കാണിച്ച ഇത് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, നാഗട്ടെ പ്ലീസ്, അതെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം നിനക്കിത് പറയാം, പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതെ നാഗേട്ടൻ, ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്ന് ഇത്രയും വിലപിടിപ്പുള്ളൊരു സാധനം നാഗേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിപ്പോ ഒരു നെക്ലേഴ്സ് അല്ലേ, അതിപ്പോ പോയാലും എന്താ കുഴപ്പമിരിക്കുന്നേ എന്ന് പറഞ്ഞു. ഒടുവില് നാഗേന്ദ്രന് ജലജയെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. തന്റെ ഭാര്യയാണ് കള്ളത്തരം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിലോ? ജലജ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു, അതെ എന്നെ ഒറ്റ കൊടുക്കരുത്, ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല, അച്ഛൻ മിക്കവാറും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കൂന്ന് പറഞ്ഞു. ഉടനെ നാഗേന്ദ്രൻ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞു നോക്കാം, ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കണം എന്നറിയത്തില്ല, എന്ത് വന്നാലും നീ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. ശരി ഞാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രൻ മൂർത്തി മുത്തച്ഛനെ കാണാനായിട്ട് പോയി. ഈ സമയത്ത് ശങ്കരൻ പറഞ്ഞു, ശരിക്കും ഇവിടെ തെറ്റുകാരി ജലജയാണ്, പക്ഷേ എങ്കില് ജലജയുടെ വാക്കിന്റെ പുറത്താണ് നാഗേന്ദ്രൻ ആ കുറ്റം ഏറ്റെടുക്കുന്നത്. നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ മൂർത്തി സാറിന്റെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മൂർത്തി സാറിന് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. തിരിച്ചടിക്കുക തന്നെ ചെയ്യും മൂർത്തി സാറ്. അപ്പൊ അതുകൊണ്ട് മൂർത്തി സാറാണ് നല്ല കട്ടക്കലിപ്പിലായിരുന്നു കമ്പനിയിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ നാഗേന്ദ്രൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ അവിടെ കൊണ്ടുവച്ചപ്പോൾ അവിടെ നിന്നാണ് മിസ്സായതാ എന്നൊക്കെ പറഞ്ഞൊരു കള്ളത്തരമൊക്കെ പറയുകയാണ്. ഒരബദ്ധം പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശന് സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശൻ പറഞ്ഞു, അപ്പൊ നീ അത് കള്ളത്തരം കാണിച്ചല്ലേടാ, ഇമിറ്റേഷൻ ഗോൾഡ് പകരം നീയാ കൊണ്ടേ വെച്ചതല്ലേ എന്ന് പറഞ്ഞു. ഒടുവില് മുത്തശ്ശൻ എന്ത് ചെയ്തു, നാഗേന്ദ്രനെ പിടികൂടുവാണ്. എനിക്ക് അതിന്റെ ഒറിജിനൽ വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ നാഗേന്ദ്രൻ ഒറിജിനൽ കൊടുക്കാന്ന് പറഞ്ഞു. മുത്തശ്ശനാണ് നല്ല ദേഷ്യമായി, ജലജയാണ് എടുത്ത് മോഷ്ടിച്ച് വെച്ച ആള്. അങ്ങനെ ഒടുവില് മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ അത് കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പൊ നാഗേന്ദ്രൻ മോഷ്ടിച്ചിട്ട് പകരം വേറെ ഇമിറ്റേഷൻ കൊണ്ടേ വെച്ചു. അതിന്റെ പേരില് നാഗേന്ദ്രന് മുത്തശ്ശി ശിക്ഷ കൊടുക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ മോഷ്ടാവാണ്, ഇറങ്ങിക്കോണം ഇപ്പൊ ഈ നിമിഷം, ഇനി എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ജലജ അവന്തിക എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വന്നു. അവന്തിക തീരെ കുഞ്ഞാണ്, ഒരു വയസ്സൊക്കെ കഷ്ടി കാണത്തുള്ളൂ. ആ സമയത്ത് നാഗേന്ദ്രൻ ജലജയെ ഒന്ന് നോക്കുവാണ്. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എന്തിനാടാ നിൽക്കുന്നത്, ഇറങ്ങി പോടാന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ ജലജയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, ഞാൻ എന്തിനാ ഇറങ്ങി വരണം, തെറ്റ് ചെയ്ത് നാഗേട്ടനല്ലേ, നാഗേട്ടൻ പോയിക്കോ, അല്ലെങ്കിൽ ഈ കൊച്ചിലില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് എന്നെ കൊണ്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കാല് വരി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ അവള് ചെയ്ത തെറ്റ്, അത് ഏറ്റെടുത്ത് നാഗേന്ദ്രന്. എന്നിട്ട് ഒടുവിൽ നാഗേന്ദ്രന്റെ തലയിലേക്ക് മൊത്തം വെച്ച് കെട്ടുക ചെയ്തേ. പാവം നാഗേന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നാഗേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഓഹോ അപ്പൊ അപ്പച്ചി അതിനകത്ത് വില്ലത്തി അല്ലേന്ന് ചോദിച്ചു. അതെ അവരാണ്, പണ്ട് തൊട്ടേ അവർക്ക് അടുത്തോട് സ്വർണത്തോടൊക്കെ ആർത്തി കൂടുതലായിരുന്നല്ലോ. ഒരു പക്ഷെ ജലജ അങ്ങനെ ഒരു പണി കാണിച്ചില്ലായിരുന്നെങ്കിൽ കമ്പനിയുടെ MD സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന ആള് നാഗേന്ദ്രനായിരിക്കും. അയാൾക്ക് അതിന്റെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ സത്യത്തിൽ പാവമായിരുന്നു. പിന്നീട് അയാൾ ആ ഒരു വാശിയോട് കൂടിയിട്ടാണ് പോയി തിരികെ വന്നിരിക്കുന്നത്. ഒരു പക്ഷെ
ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നൊരു ഭയം ജലജയ്ക്ക് കാണുമായിരിക്കും. ഇപ്പോഴും ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു ഭയം ഉള്ളത് കൊണ്ടായിരിക്കും ജലജ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത്. സ്വന്തം മക്കളെ പോലും നാഗേന്ദ്രനോട് അടുപ്പിക്കാത്ത മക്കള് പോലും അമ്മയെ വെറുക്കുമെന്ന് ഭയന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അല്ല, ഇതെങ്ങനെ ശങ്കരേട്ടൻ അറിഞ്ഞ? പിന്നീട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അയാൾക്ക് ജലജയെ കുറ്റവാളിയാക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്താണെങ്കിലും താൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ അവള് കുറ്റവാളി ആവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അയാൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശ കാര്യങ്ങളൊക്കെ ആദർശിന് കിട്ടി. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴത്തേനും നയനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയനോട് ആദർശ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നയന് പറഞ്ഞു, എന്നാലും ഇത്ര വലിയൊരു ചതി അതൊരിക്കലും അപ്പച്ചി ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പച്ചിയുടെ സ്വഭാവം അതേ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അബിക്ക്. ഞാൻ കരുതി അബിക്ക് അബിയുടെ അച്ഛന്റെ സ്വഭാവമായിരിക്കും. എന്നല്ല, അപ്പച്ചിയുടെ സ്വഭാവം സ്വർണത്തോടും പണത്തോടും ഉള്ള അവന്റെ ആർത്തി അത് ചില്ലറയൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടതും നയന പറഞ്ഞു, ആദർശേട്ടാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഉടനെ നാഗേന്ദ്രൻ അടുത്ത പ്രശ്നമായിട്ട് വരുമെന്ന് പറഞ്ഞു. അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. വരട്ടെ, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അയാളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലായി. പക്ഷേ എങ്കിൽ അയാൾക്ക് ഇപ്പോഴും ശത്രുതയുണ്ട്. മുത്തശ്ശൻ അയാളെ അടിച്ചിറക്കി വിട്ടതിന് ശത്രുതയുണ്ട്. അപ്പൊ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ നടക്കണേ. ഒരു പക്ഷേ അപ്പച്ചിക്ക് ആ ഒരു ഭയമുണ്ട്, ഇനിയിപ്പോൾ അപ്പച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമോന്ന്. അതുകൊണ്ടാണ് അബിയെയും അവന്തികയൊന്നും അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തേന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്നാലും അപ്പച്ചി ഒരു പെരുങ്കള്ളി തന്നെയാ. അല്ലെങ്കിലും എൻ്റെ മുറി വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മാലയൊക്കെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചല്ലേ, അത് ആദർശനം കൃത്യസമയത്ത് തന്നെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ. ആദർശം പറഞ്ഞു, അത് ശരിയാ, പണ്ട് തൊട്ടേ എത്ര കിട്ടിയാലും മതി വരില്ല, ആർത്തിയാന്ന് പറഞ്ഞു. ഈ സമയത്ത് ജലജയ്ക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം തൻ്റെ മക്കളെങ്ങാനും ഇനി അയാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയും. തൻ്റെ മക്കളെ തനിക്ക് കൈയിട്ട് പോകും. ഇത്രയും കാലം താൻ അവരെ പൊന്നു ഭൂതം കാക്കുന്ന പോലെ കൊണ്ടാടുന്ന ഇനിയിപ്പം അവരുടെ അച്ഛനെ കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ സത്യാവസ്ഥ അതല്ല. തെറ്റുകാരി താനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലെന്നുള്ള കാര്യം ജലജയ്ക്കറിയാം. തൻ്റെ മക്കള് അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. ഒരു കാരണവശാലും അയാളെ അവര് പോയി കാണാനായിട്ട് പാടില്ല. അയാൾ ചിലപ്പോൾ തന്നോടുള്ള പ്രതികാര ബുദ്ധിയായിട്ടായിരിക്കും തിരിച്ചു വന്നിരിക്കുന്നത്. അതും പറയാൻ പറ്റില്ല. തന്നെ വെറുതെ വിടുമെന്ന് തോന്നില്ല. തന്നോടും പ്രതികാരം ചെയ്യാനായിരിക്കും അയാളുടെ പുറപ്പാട്. എന്നാലും അയാൾ ഇങ്ങനെ ഒരു തിരിച്ചു വര ഒരു മടങ്ങി വര ഉണ്ടാവുമെന്ന് താനും വിചാരിച്ചില്ലല്ലോ. ഈ സമയത്ത് മുത്തശ്ശൻ്റെ അടുത്തേക്ക് മുത്തശ്ശി എന്നിട്ട് അവന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. മോൾക്ക് എപ്പോഴും വിഷമമാണ്. എൻഗേജ്മെന്റ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ലേ. സാരമില്ല വസന്തരെ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞോട്ടെ. അല്ല, അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാലും അനി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പോരാത്തതിന് ആ ജോത്സ്യം പറഞ്ഞു കഴിഞ്ഞു അവരുടെ ജീവിതത്തിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. മുത്തശ്ശൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷെ കനകയെ ഗോവിന്ദനെ സമ്മതിക്കണ്ടേ നന്ദു അനയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട്? അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വസന്തരെ? മാത്രല്ല ജാനകിയുടെ സ്വഭാവം അറിയാലോ. അവള് ഫാനെ കെട്ടി തൂങ്ങുന്നും പറഞ്ഞിരിക്കുന്നേ. വസന്തര പറഞ്ഞു, അവളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിലും അവൾക്ക് കിട്ടിയതൊന്നും പോരാ. അനാമിക തലേ കൊണ്ടു നടക്കുമായിരുന്നല്ലോ. ഒടുവില് അനാമിക ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായത്. ഇപ്പം കനകയും അതുപോലെ ഗോവിന്ദനും സമ്മതിക്കുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് നന്ദുവിന്റെ അനിയുടെ വിവാഹം നടത്തായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവന്തി മോൾക്ക് നമ്മൾ പ്രതീക്ഷയും കൊടുത്തല്ലേ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, അവന്തിക്ക് പ്രതീക്ഷ കൊടുത്ത, അതുകൊണ്ട് ഈ ബന്ധം നടന്നേ മതിയാവത്തുള്ളൂ. അതിനിപ്പോൾ അനി എതിർത്താലും എങ്ങനെയെങ്കിലും നടത്തണമെന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശന് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവന്തിക്ക് കൊടുത്ത വാക്ക്. പക്ഷെ അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ അടുപ്പമുണ്ട്. അവർ തമ്മിൽ കാണാറുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഈ സമയത്ത് വൈകുന്നേരമായി കഴിഞ്ഞിട്ട് നന്ദു വീട്ടിലേക്ക് വരാതിരുന്നപ്പം കനയ്ക്കും ഗോവിന്ദനും ടെൻഷനായി. നന്ദു പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. ഗോവിന്ദന് കനയോട് പറഞ്ഞു, അതെ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. കനയ്ക്കും നല്ല ടെൻഷനുണ്ട്, കാരണം ചുറ്റും ശത്രുക്കളുണ്ട്. കനക പറഞ്ഞു, അല്ല നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇനി ദേഷ്യപ്പെടുവോ? നീ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവളെ ഇറങ്ങിപ്പോയത്. അത് പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ ഗോവിന്ദേട്ടാ? എല്ലാവരും ചുറ്റും നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ പിന്നെ ദേഷ്യം വരാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒടുവില് ഗോവിന്ദൻ നന്ദുവിനെ ഫോൺ ചെയ്യുവാണ്. നന്ദു കണ്ടു ഫോൺ വരുന്നത്. പക്ഷെ നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല. നന്ദുവിനാണ് സങ്കടവും ദേഷ്യം വന്നു. ഇനി വീട്ടിലേക്ക് ചെന്നിട്ട് വേണം അവർ വീണ്ടും കുറ്റപ്പെടുത്തലുകളായിട്ട് വരാന് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. കുറച്ച് സമയം കടന്ന് വിളിക്കട്ടെ എന്ന് ഓർത്തുണ്ട് നന്ദു കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പോയില്ല. അപ്പോഴേക്ക് എസ് ഐ വന്നിട്ട് ചോദിച്ചു, അല്ല മാഡം പോകുന്നില്ലേന്ന് ചോദിച്ചു. എന്താ?
ഞാനിവിടെ ഇരുന്നാൽ തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. നന്ദുവിന് നല്ല ദേഷ്യമായിരുന്നു. ഏ ഒന്നുമില്ല മാഡം, ഞാൻ ചോദിച്ചെന്നുള്ളെന്ന് പറഞ്ഞു. എന്തോ കലിപ്പാന്ന് മനസ്സിലായ നന്ദുവിന്. അങ്ങനെ അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.